ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജില്ലയല്ല കേട്ടോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയില്. ഇന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ കൃപാസനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബോർഡ് കാണുന്നത് കണ്ടോ? എന്താണ്? ഞങ്ങൾ ഇവിടെ എത്തി 9 മണിയൊക്കെ ഇവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ഇങ്ങനെ കൃപാസനത്തിലോട്ട് നടന്നു കണ്ടതാണ് കൃപാസനം അല്ലേ? അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രവും പിന്നെ ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രമാണ് കേട്ടോ. അതാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. ആലപ്പുഴ ലത്തീൻ കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1990 വൈദികനായ ജോസഫ് വലിയ വീട്ടിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നത്. മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നു പോകുന്നത്. കൃപാസനം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടം എന്നാണ് കേട്ടോ. 1990 മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നത്. എങ്കിലും 1991 മുതൽ ആർത്തുങ്കൽ പള്ളിയുടെയും മറ്റു തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി. 2004 ഡിസംബർ 7 നടന്നു എന്ന് പറയപ്പെടുന്ന മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് കൃപാസനം ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും പ്രാദേശികരും തീർത്ഥാടകരും പിൻകാലത്ത് മറിയത്തെ കൃപാസന മാതാവ് എന്ന് വിളിക്കാനും തുടങ്ങി. 2004 ഡിസംബർ 7 കൃപാസനത്തിൽ സ്ഥാപകനായ ജോസഫ് വലിയ വീട്ടിലിൻ്റെ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടാവുകയും മരിയൻ ഉടമ്പടിയുടെ വിശദീകരണം ലഭിക്കുകയും ചെയ്തു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ദൈവവുമായി ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. 90 ദിവസത്തെ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി ചെയ്താൽ കാര്യസാധ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. 2020 മുതൽ കൊറോണ പകർച്ചവ്യാധി മൂലം യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടായപ്പോൾ ഓൺലൈൻ ഉടമ്പടി ഇൻ്റർനെറ്റ് സഹായത്തോടെ എടുക്കാനുള്ള സാഹചര്യവും നിലവിൽ വന്നു. ബൈബിളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളാണ് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ആധാരം. മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ സൂചിക മാതാവിന് മുമ്പിലുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ 6 ആഗ്രഹങ്ങൾ അതിലെഴുതാം. ധ്യാനകേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഉടമ്പടി പത്രം വാങ്ങി അതിൽ നിബന്ധനകൾക്ക് നേർക്ക് ടിക്കിട്ട് ഒപ്പിട്ട് മടക്കി നൽകുന്നതാണ് ഉടമ്പടി. പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനവും അടക്കം ദൈവവുമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഉടമ്പടികളിലുള്ളത്. കൃപാസനത്തിലൂടെ തീർത്ഥാടകർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും ബൈബിൾ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഓരോ മാസവും അച്ചടിക്കുന്ന പത്രമാണ് കൃപാസന പത്രം. ഉടമ്പടിയുടെ പകർപ്പും കൃത്യമായി തെളിവുകളും അടങ്ങിയ രേഖകളും സമർപ്പിച്ചവരുടെ സാക്ഷ്യങ്ങൾ മാത്രമാണ് നിലവിൽ കൃപാസന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് നമ്മുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും പേര് പറയുന്നില്ല. അവരവർക്കുള്ള വിശ്വാസമാണല്ലോ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിനെ എതിർക്കുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു, വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റു ജാതികളും കാര്യം വരുന്നുണ്ട്. എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ഹാളിലെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്നത് ആളുകളും മറ്റു ജാതിയിൽപ്പെട്ടവരാണ്. ക്രിസ്ത്യൻസ് വളരെ കുറവായിരുന്നു കേട്ടോ. വേറെ ജാതിയിലുള്ള ആൾക്കാരാണെങ്കിൽ മറ്റു ജാതിക്കാരാണ്. അത് നമ്മൾ പറയുന്നില്ല, അവരവരുടെ വിശ്വാസം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഇവിടെ വന്നെങ്കിലും ഉടമ്പടി എടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കൊറോണയുടെ പ്രശ്നം. പക്ഷേ നമുക്ക് അനുഗ്രഹം കിട്ടുകയും ചെയ്തതാണ്. ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയത് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നമ്മുടെ ഉടമ്പടി മുറിഞ്ഞു പോയതിൻ്റെ ഇതില് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ സാക്ഷ്യം നമ്മൾ ദൈവത്തിനോട് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അതെ, പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അത് ഓൺലൈൻ വഴിയായിട്ടൊക്കെ അതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും വന്നത്. അതെ, അത് നമ്മൾ മാപ്പ് അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ സാക്ഷ്യം പറയും. നമ്മൾ ഇനി അടുത്ത ഉടമ്പടി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴത്തെ ആ കൂട്ടത്തിൽ ഇപ്പോൾ വരുന്ന സാക്ഷ്യത്തോടു കൂടി നമ്മൾ സാക്ഷ്യം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വരുന്ന ആ സാക്ഷ്യത്തിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇടുമല്ലേ? അത് ഉറപ്പായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഉറപ്പായിട്ടും സാക്ഷ്യം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്.
പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ മാതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി കൃപാസന മാതാവിൻ്റെ ഒരു എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഘോഷയാത്ര, ചെറിയൊരു ഘോഷയാത്ര, അതിലെനിക്ക് മുത്തുക്കുട പിടിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. മാതാവിൻ്റെ മുത്തുക്കുട പിടിക്കാനുള്ള അനുഗ്രഹം കിട്ടി. അതിന് ഒരുപാട് പേര് കരഞ്ഞു വിളിച്ച് നിൽപ്പുണ്ട്. പക്ഷെ അതിന് എനിക്കൊരു അനുഗ്രഹം അവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി, ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. അത് നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടർന്നു. നേരെ നമ്മുടെ ആലപ്പുഴ ടൗൺ വഴി യാത്ര തുടർന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.